അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കൂട്ടുകാരെ, എനിക്കും കിട്ടിയിട്ട ഒരു ചക്ക. എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ് ഒരു ചക്ക. വരിക്കച്ചക്കയാണ്. നോൻപായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം ചുളയൊക്കെ പറിച്ച് വെച്ച് കട്ടയൊക്കെ വെച്ചിട്ട് നോൽമ്പ് തുറന്നിട്ട് കഴിക്കാമല്ലോ പറഞ്ഞിട്ട് ചെറിയൊരു ചക്കയുണ്ട് കിട്ടിയത്. പക്ഷേ അതിൽ ധാരാളം ചുളയുണ്ട്, നിറയെ തിങ്ങി കിടക്കുന്ന ചുളകൾ. പഴുപ്പെല്ലാം പാകത്തിന് നല്ല ഒരു മഞ്ഞ കളറ്, പാകത്തിന് പഴുപ്പൊക്കെ ഉണ്ട്. കഴിക്കാൻ പാകത്തിന് പഴുപ്പായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഞാൻ കുരു അധികം മാറ്റിയിട്ടില്ല. കുറച്ച് കുരുവോടെയും കുറച്ച് കുരുവൊക്കെ മാറ്റിയിട്ടും അങ്ങനെ ഞാൻ എല്ലാം വേർതിരിച്ച് വയ്ക്കുന്നുണ്ട്. വേർതിരിച്ചിട്ടല്ല, ചുള പറിച്ചിട്ട് പാത്രത്തിലാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം റെഡിയാക്കി എനിക്ക് ഈ ഒരു പാത്രത്തിന് ഫുള്ളും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്ക വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം, സ്നാക്സ് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒരാൾ ചക്കയായതുകൊണ്ട് പിണങ്ങി കിടക്കുകയാണ്. ഞാനൊരു കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ ചക്കയാവൻ്റെ അപ്പുറത്ത് പോയി കിടക്കുകയാണ്, ഒരു സൈഡ് പോയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചക്ക ബജ്ജി ഉണ്ടാക്കാൻ വിചാരിച്ച് ബജ്ജി മാവ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബജ്ജി മാവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിലെല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യത്തിന്, നമുക്കിപ്പോൾ വീട്ടിലേക്ക് എത്രയും ആവശ്യം പറഞ്ഞാൽ അത്ര എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ ബജ്ജി മാവിൽ ഉണ്ടാക്കിയാൽ. നമ്മളൊന്നും ചേർത്തണ്ട, കായത്തിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരും. അപ്പോൾ നന്നായി ഇളക്കി കട്ടയില്ലാണ്ട് ഇളക്കി നന്നായിട്ട് നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ ഇതടിക്കില്ലേ, വിസ്ക്, അത് വെച്ചിട്ട് കുഴമ്പ് പരുവത്തിൽ, കട്ടിയിൽ കുഴമ്പ് പരുവത്തിൽ. ഇവിടെ ഒരാൾ ഒരു സാധനം അടിക്കുകയാണ് കേട്ടോ, അതിൻ്റെ സൗണ്ടാണ്. കുഴമ്പ് പരുവത്തിൽ നമ്മൾ വേണ്ട പാകത്തിനെടുത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം പറഞ്ഞാൽ അതിനനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വയ്ക്കാം. വലുതായിട്ട് വറുത്ത് പറഞ്ഞാൽ ഒരുപാട് എണ്ണയും വേണ്ടി വരും, കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ച് പറഞ്ഞാൽ, ഒരുപാട് പേരുള്ളവർക്ക് ഒരുപാട്, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആളുള്ളതുകൊണ്ട് കുറച്ച് മതി. ഏകദേശം ഇത്ര മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 തരത്തിലുണ്ടാക്കാം കേട്ടോ. ഈ ചക്ക പഴംപൊരി പോലെ ഉണ്ടാക്കുക, ബജ്ജി പോലെ ഉണ്ടാക്കുക. പഴംപൊരിക്ക് മൈദാമാവും പഞ്ചസാരയും ഇത്തിരി സോഡാപ്പൊടി ഇട്ടിട്ട് കലക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ ബജ്ജി മാവ്, കടലമാവല്ല ബജ്ജി മാവ്, ഇങ്ങനെ ഉണ്ടാക്കുക. 2 തരത്തിലുണ്ടാക്കട്ടെ. 2 തരത്തിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാൻ 2 ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-6 പീസ് എടുത്തിട്ട് മാവിലിട്ടിട്ട് പൊരിച്ചിട്ട് കോരി എടുക്കണം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ സ്നാക്സ് ഇതാണ്. എണ്ണക്കടിയൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. നമുക്കിത് ഒരു പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി, അത് നല്ലൊരു മണം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കുറച്ചെണ്ണ മതിയാവും കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായി ഇട്ടിട്ട് പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ചക്ക ബജ്ജി ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നോൽമ്പൊക്കെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നേക്ക് നോൽമ്പ് 19 ആയി, 19 20 ആയി. എത്ര പെട്ടെന്നാണ്. ഇനിയൊരു 10 നോൽമ്പ് കിട്ടിയ അതല്ലെങ്കിൽ പെരുന്നാളായി. എത്ര പെട്ടെന്നാണ് പോയത്. അപ്പോൾ ഒരു ഭാഗം നമ്മുടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മൊരിച്ചിട്ട് കോരിയെടുക്കാം. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ഇത്. ഞാൻ ഇത്ര എണ്ണ തന്നെ ഒഴിച്ചിട്ടുള്ളൂ. അത് എണ്ണ അതേപോലെ അതിലുണ്ട്, എണ്ണയൊന്നും കുടിക്കുന്നില്ല. അതുപോലെ നമ്മുടെ ചക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ അടുത്തത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് ആപ്പിളും മറ്റേ പൂവമ്പഴം 4 പൂവമ്പഴം ചേർത്തിട്ട് ഒരു ഷെയ്ക്ക് അടിക്കാമെന്ന് കരുതി. എന്തെങ്കിലും ചൂടൊക്കെയല്ലേ, പാലക്കാട് നല്ല ചൂടാണ്. അപ്പോൾ ഒരു ഷെയ്ക്ക് അടിക്കാമെന്ന് കരുതി. അപ്പം ആപ്പിളും 4 പൂവനും ചേർത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 5-6 കാഷ്യൂനട്ട് ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നോമ്പ് തുറക്കാൻ ഇതൊക്കെയാണ് സ്പെഷ്യൽ. പിന്നെ ടിഫിനായിട്ട് ഇഡ്ഡലി, ചട്ടണി, സാമ്പാർ. പിന്നെ ചക്ക ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. നോമ്പ് തുറന്നിട്ട് വേണം കഴിക്കാൻ. നല്ല കൊതി മൂത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വിശേഷം ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.